മമ്മൂക്കേണ്ട ചോദിച്ചാൽ അത് കാണ്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ കണ്ടു മറന്ന കഥയൊക്കെ തന്നെ, വേറെ പുതുമയൊന്നുമില്ല. വേറെ 2-3 കഥാപാത്രങ്ങളുണ്ട് ക്യാമിയോ ആയിട്ട്, പക്ഷേ അത് ഞാൻ പറയുന്നില്ല, അത് കണ്ടു തന്നെ അനുഭവിക്കാം. കാണാൻ വരുന്നവരടുത്ത് പറയുന്ന ബ്ലാങ്ക് ആയിട്ട് വരിക, പിന്നെ കാതോട് കാതോരം കണ്ടിട്ടില്ലാത്തവരെ പാട്ടെങ്കിലും കാണുക. ഗസ്റ്റ് റോൾസ് ഒക്കെ ഉണ്ട്, ഞാനായിട്ടൊന്നും റിവീൽ ചെയ്യുന്നില്ല. നല്ല പടം. കൊള്ളാം, കുഴപ്പമില്ല, അടിപൊളി. ആസിഫ് അലി സൂപ്പർ. പടം കൊള്ളാം, നല്ല മൂവി. സൈലന്റ് മൂവിയാണ്, കൊള്ളാം, നല്ല പടം. ത്രില്ലിംഗ് തന്നെ, പടം മൊത്തം ത്രില്ലിംഗ് തന്നെ. കൊള്ളാം, അടിപൊളി. ത്രില്ലറല്ല, ഇമോഷണൽ ത്രില്ലർ എന്ന് പറയാം. എല്ലാവരും പെർഫോമൻസ് അടിപൊളിയാണ്. ആസിഫ് അലിയൊക്കെ അടിപൊളിയായിരുന്നു. പടം കുഴപ്പമില്ല, ഡീസൻ്റ് ആണ്. ആസിഫ് അലിയുടെ ആക്ടിങ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. 100 വട്ടം കണ്ടിട്ടിരിക്കാം. നല്ല പടം, നല്ലൊരു ത്രില്ലർ പടമാണ്. ഇൻട്രോയിൽ ബ്ലോക്ക് ആയിട്ടില്ല, അവർ ഒരു 1 hour ആകുമ്പോൾ നിർത്തുകയാണ്. പിന്നെ സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി സ്ലോ ഇതിലാണ് പോകണമെങ്കിലും നന്നായിട്ടുണ്ട് സിനിമ. അവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എന്താ പറയുക, സസ്പെൻസ് ആയിട്ട് ഇതൊന്നുമില്ല. അവർ പറഞ്ഞ പോലെ ഒരു ഐറ്റം ഉണ്ട് ഇതിൽ, നന്നായിട്ടുണ്ട്. കൊള്ളായിരുന്നു, കുഴപ്പമില്ല, നൈസാണ്. അങ്ങനെ അത്ര വലിയ പിടിച്ചിരുന്നത് നല്ല, ബട്ട് ഇറ്റ്സ് ഓക്കെ. ജോഫിൻ്റെ പ്രീസ്റ്റ് ചോക്ക് ഇറ്റ്സ് ഗുഡ്, കുഴപ്പമില്ല. ആവറേജ് പടമാണ്, നൈസാണ്, കണ്ടിരിക്കാം. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് നല്ല മേക്കിംഗ്, നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു പടം. അടിപൊളിയായിരുന്നു. കണ്ടു മറന്ന കഥയൊക്കെ തന്നെ, വേറെ പുതുമയില്ല. കൊള്ളാം, നല്ല പടം. പടം കൊള്ളാം, കുഴപ്പമില്ല ബ്രോ, കൊള്ളാം, നല്ല പടമാണ്. അത്യാവശ്യം കണ്ടിരിക്കാം, നല്ല പടം. ജോണർ ത്രില്ലർ എന്ന് പറഞ്ഞായിട്ട് നമുക്കൊരു BGM ഒക്കെ കുഴപ്പമില്ല, കൊള്ളാം. ഭയങ്കരമായിട്ടുള്ള ത്രില്ലർ എന്ന് പറയില്ല. പടം അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നുണ്ട്. പടം കയറുമെന്നാണ് തോന്നുന്നത്. പടം കൊള്ളാം, നന്നായിട്ട് എനിക്കിഷ്ടപ്പെട്ടു. മെയിനായിട്ട് പറയാനുള്ളതിൻ്റെ മേക്കിംഗ് ആണ്. ഇപ്പോൾ കാതോടുകാരെന്നുള്ള സിനിമ, അതിൻ്റെ മേക്കിങ്ങും അതിൻ്റെ ലൊക്കേഷനും ഒക്കെ വീണ്ടും നമ്മൾ റീവിസിറ്റ് ചെയ്യുന്ന പോലെ ഇരിക്കും. ആ പടം കാണാത്തവരാണെങ്കിലും നന്നായിട്ട് കണക്ട് ആവും. അതിൻ്റെ ആ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നടക്കുന്ന ഒരു മർഡർ, അതിൻ്റെ പിന്നിലുള്ള മിസ്റ്ററി, അതെങ്ങനെ പോലീസ് ഓഫീസറായ ആസിഫ് അലി സോൾവ് ചെയ്യുന്നു എന്നുള്ളത്, റീഇൻവെസ്റ്റിഗേഷൻ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതും, അതിൻ്റെ പിന്നെ പുറത്തെ രഹസ്യങ്ങൾ പുറത്ത് ചുരുളഴിയുക എന്നുള്ളതാണ്. പക്ഷേ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ആസിഫ് അലി പറയാതിരിക്കാൻ വയ്യ. പോലീസ് ഓഫീസർ വേഷം പുള്ളിക്ക് കൊടുത്താൽ പുള്ളി പക്കായിട്ട് ചെയ്തിരിക്കും. മുമ്പത്തെ പടങ്ങൾ നമ്മൾ സാക്ഷ്യം ആണല്ലോ. ഇത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, പുള്ളി കലക്കിയിട്ടുണ്ട്, പറയാതിരിക്കാൻ വയ്യ. മേക്കിംഗ് അനശ്വരയും കൊള്ളാം. 2-3 ക്യാമിയോ റോൾസും ഉണ്ട്. അതോടൊക്കെ അത് വരുമ്പോൾ സ്വാഭാവികമായിട്ട് മമ്മൂട്ടി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പുള്ളിയുടെ ഒരു ക്യാമിയോ ഉണ്ട്, പക്ഷേ അതെങ്ങനെ പുള്ളി ഇതിനകത്ത് കൊണ്ടുവരണം എന്നുള്ളതാണ് ഈ പടത്തിൻ്റെ പ്രത്യേകത. പക്ഷേ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, പറയാതിരിക്കാൻ വയ്യ, ഗംഭീരമായിട്ടുണ്ട്. വേറെ 2-3 കഥാപാത്രങ്ങളുണ്ട് ക്യാമിയോ ആയിട്ട്, പക്ഷേ അത് ഞാൻ പറയുന്നില്ല, അത് കണ്ടു തന്നെ അനുഭവിക്കും. പക്ഷേ മൊത്തത്തിൽ പടം നന്നായിട്ടുണ്ട്, അടിപൊളി, നന്നായിട്ടുണ്ട്. സർപ്രൈസ്. നിങ്ങൾ കാണ്. മമ്മൂക്കേണ്ട ചോദിച്ചാൽ അത് കാണ്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ അതാണ് ഒരു സർപ്രൈസ്. നല്ല പടം, എല്ലാവരും കാണണം, വെർത്താണ്, നമ്മൾ പോയ വെർത്താണ്. എടുത്തു പറയുന്ന ചില ഡയലോഗ്സ് നമുക്ക് അവരുടെ മാനറിസംസ് ഒക്കെ നമ്മളെ പെട്ടെന്ന് എന്താ പറയുക, കുറച്ച് ഇമോഷണലി ഡൗൺ ആക്കും. പിന്നെ നന്നായിട്ടുണ്ട്, എല്ലാം നല്ല പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അനശ്വര നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാനും. ബൈ, നന്നായിട്ടുണ്ട്, കാണും. നല്ല സിനിമ കേട്ടോ. സിനിമ ടോട്ടലി സൂപ്പർ സിനിമയാണ്. അതുപോലെ കുറേ റീക്രിയേഷൻസ് ഒക്കെ ഉണ്ട്. കുറേ സാധനങ്ങൾ പണ്ടത്തെ സാധനത്തിൽ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ക്യാമിയോ ഒക്കെ ഉണ്ട്, നല്ലതാണ്, അടിപൊളി. ഷീസ് സ്കോറിങ് അഗൈൻ. ആസിഫ് അലി വീണ്ടും സ്കോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐഡൻറ്റിറ്റിയുടെ ലെവൽ പടമല്ല അത്. ഐഡൻറ്റിറ്റി വേറൊരു രീതിയിലാണ് പോണത്. പക്ഷേ ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ, നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. ആസിഫ് അലി അറിയാമല്ലോ, പോലീസ് സ്റ്റേഷനുകളെല്ലാം ആസിഫ് അലി അടിപൊളിയാണ്, സ്റ്റാറാണ് ആസിഫ് അലി. അനശ്വര രാജൻ എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടറാണ്, നല്ല ക്യാരക്ടറാണ്. പഴയ ഞാൻ പറഞ്ഞില്ല, റീക്രിയേഷൻസ്, പഴയ കാര്യങ്ങളെ കുറേ പഴയ ഒരു പടത്തിൻ്റെയൊക്കെ റീക്രിയേഷൻസ് ആണ് ഈ പടം. നല്ലൊരു ത്രില്ലറാണ്. പിന്നെ വലിയ സസ്പെൻസ് കാര്യങ്ങളൊന്നുമില്ല, എന്നാലും നൈസായിട്ട് പോകുന്നൊരു മൂവിയാണ്. കൊള്ളാം, നല്ല അടിപൊളി സിനിമയാണ്. ഗംഭീരമായിരുന്നു. ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ബാക്കി ഈ വർഷത്തെ ആദ്യത്തെ സൂപ്പർ ഹിറ്റ് ആവും തന്നെയാണ് പ്രതീക്ഷ. കാണാൻ വരുന്നവരടുത്ത് പറയുന്ന ബ്ലാങ്ക് ആയിട്ട് വരിക, പിന്നെ കാതോട് കാതോരം കണ്ടിട്ടില്ലാത്തവരെ പാട്ടെങ്കിലും കാണുക. ആ പാട്ടിൻ്റെ റെഫറൻസിലാണ് പടം പോകുന്നത്. കണക്ഷനുണ്ട്. പിന്നെ വരുമെന്ന് പറഞ്ഞു. എയിൽ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ മമ്മൂക്കയുടെ കുറച്ച് ഷോർട്സ് ഉണ്ട്, ഓവറായിട്ടില്ല. അത് ആവശ്യമുള്ളത് മാത്രം അവർ വെച്ചിട്ട് മമ്മൂക്കയെ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് ഗംഭീരമായിരുന്നു, അത് നല്ല തിയേറ്ററിൽ വർക്കാവും, നല്ല ഐഡിയ ആയിരുന്നു. BGM ആണ്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ BGM ആണ്. പിന്നെ മേക്കിംഗ് ആയാലും, പിന്നെ ഞാൻ പറഞ്ഞ സംവിധായകൻ്റെ എഴുത്തിൻ്റെ ഒരു കഷ്ടപ്പാടുണ്ട് അതിൽ. കാരണം കുറേ സിനിമകൾ കണക്ട് ചെയ്യാനുള്ളപ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, അത് ഞാൻ പറയുന്നത് ജോഫിൻ ഒരു ഭാവി വാഗ്ദാനം തന്നെയാണ്. ത്രില്ലടിപ്പിക്കും, എൻഗേജിങ് ആണ്, മടുക്കത്തില്ല, നല്ല പടം. എടുത്തു പറയാൻ ഗസ്റ്റ് റോൾസ് ഒക്കെ ഉണ്ട്, ഞാനായിട്ടൊന്നും റിവീൽ ചെയ്യുന്നില്ല. നല്ല പടം.